ജന്മഭൂമി യൂട്യൂബ് ചാനലിൻ്റെ വർത്തമാന പരിപാടിയിൽ ഇന്നത്തെ അതിഥി ശ്രീ എ വിനോദ് ആണ്. അദ്ദേഹം കരുവാരക്കുണ്ട് സ്വദേശിയാണ്. കരുവാരക്കുണ്ടിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപകനായിരുന്നു. ഭാഷയ്ക്ക് വിദ്യാഭ്യാസത്തിന് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ജോലിയിൽ നിന്ന് നേരത്തെ വിരമിച്ചു. ഇപ്പോഴദ്ദേഹം ഭാരതീയ ഭാഷാ മഞ്ചിൻ്റെ കേന്ദ്ര ട്രസ്റ്റിയാണ്. അതൊരു ദേശീയ സംഘടനയാണ്. വിദ്യാഭ്യാസ വികാസ കേന്ദ്രം എന്ന സംവിധാനത്തിൻ്റെ അതിൻ്റെ ദേശീയ സംയോജകൻ കൂടിയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു ദേശീയ സംയോജകനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന് ഭാഷയെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, പാഠപുസ്തകങ്ങളെക്കുറിച്ച് ഏറെ സംസാരിക്കാനുണ്ടാവും. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. നമസ്കാരം വിനോദ്ജി. നമസ്തേ. എനിക്ക് ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതി അത് കേരളത്തിൽ നടപ്പാവുമോ? പുതിയ വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ നയം വന്നതിന് ശേഷം 5 വർഷമായി. അപ്പോൾ 5 വർഷത്തിന് ശേഷം നടപ്പാകുമോ എന്ന ചോദ്യത്തിന് അതിൻ്റെ പൂർണ്ണതയിലുള്ള ഒരു ഭാഗവും നടപ്പായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ചില കാര്യവും കൂടി പറയാനാണ് എനിക്ക് ആഗ്രഹം. നമുക്കറിയാം, വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലാണ്, സമവാർത്തി പട്ടികയിലാണ്. കേരളം ജോഗ്രഫിക്കലി എടുത്താൽ കേരളത്തിൽ കേന്ദ്രം നേരിട്ട് നടത്തുന്ന വിദ്യാലയങ്ങളും കേന്ദ്ര ബോർഡുകൾക്ക് കീഴിലുള്ള വിദ്യാലയങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാലയങ്ങൾ, എയ്ഡഡ്, അൺഎയ്ഡഡ്, ഗവൺമെൻറ്റിന് നേരിട്ടുള്ള എല്ലാ വിദ്യാലയങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പോളിസി ഭാരതത്തിൽ നടപ്പാക്കുമ്പോൾ 2 ഏജൻസികൾ നടപ്പാക്കുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് അവരുടെ വിദ്യാലയങ്ങളായിട്ടുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലും നടപ്പാക്കി കഴിഞ്ഞു പറയുമ്പോൾ നടപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നു. രണ്ടാമത് CBSE വിദ്യാലയങ്ങളാണ്, സ്വകാര്യ CBSE വിദ്യാലയങ്ങൾ, NIOS വിദ്യാലയങ്ങൾ. അതിലും സർക്കാരിൻ്റെ അത്രത്തോളം അല്ലെങ്കിലും ആ രീതിയിൽ ആ പാഠപുസ്തകങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാലയങ്ങളാണ്. അവിടെയും പോളിസി നടപ്പാക്കി എന്ന് സർക്കാർ പറയുകയില്ല, അതേസമയത്ത് പല കാര്യങ്ങളും നടപ്പാക്കുന്നു. അപ്പോൾ NEP എന്ന് പറഞ്ഞാൽ എന്താണ്? 1-2 സ്കൂളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 1-2-3 കാര്യങ്ങൾ വേണം. ആദ്യം ഘടനാപരമായ മാറ്റം ആണ് NEP മുന്നോട്ട് വയ്ക്കുന്നത്. ഘടനാപരമായ മാറ്റത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അടിസ്ഥാന വിദ്യാഭ്യാസം 8ആണ്. അത് കഴിഞ്ഞാൽ 2 വർഷത്തെ ഹൈസ്കൂള്, അത് കഴിഞ്ഞുള്ള 2 വർഷത്തെ ഹയർ സെക്കൻഡറി. പറയും ഇപ്പോൾ 4ാം ക്ലാസ് വരെയുള്ള LP, പിന്നെ 7ാം ക്ലാസ് വരെയുള്ള UP എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമത്തോടു കൂടി 8ാം ക്ലാസ്സാണ് അടിസ്ഥാന വിദ്യാഭ്യാസം. അങ്ങനെ തന്നെയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. കാരണം അത് സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 ഉണ്ട്. വിദ്യാലയത്തിൻ്റെ ഘടനയും വിദ്യാഭ്യാസത്തിൻ്റെ അപ്രോച്ചിൻ്റെ ഘടനയും. ശരി. അതുകൊണ്ടാണ് അടിസ്ഥാന വിദ്യാഭ്യാസം 8ാം ക്ലാസ് വരെ എന്നാക്കിയത്. അതിനുശേഷം ലോവർ ഹയർ സെക്കൻഡറി, പിന്നെ ഹയർ സെക്കൻഡറി എന്ന് പറയും, ഹൈസ്കൂളും ഹയർ സെക്കൻഡറി എന്ന് പറയുന്നു. CBSEയിൽ ഹയർ സെക്കൻഡറി, സീനിയർ ഹയർ സെക്കൻഡറി, സെക്കൻഡറി, സീനിയർ സെക്കൻഡറി എന്ന് പറയുന്നത്. അപ്പോൾ 12 വരെയുള്ള സംവിധാനത്തെ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഘടനാപരമായ മാറ്റത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം NEP മുന്നോട്ട് വയ്ക്കുന്നത് ശിശു വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കണമെന്നുള്ളതാണ്. ഇന്നത്തെ ബാലവാടി, ഇന്നത്തെ അംഗനവാടി, പിന്നെ അനൗപചാരികമായി നടന്നുകൊണ്ടിരിക്കുന്ന ശിശുവാടിക അല്ലെങ്കിൽ LKG, UKG എന്ന കിൻഡർ ഗാർഡൻ. ഈ കിൻഡർ ഗാർഡൻ സ്കൂളുകൾ ഇന്ന് CBSE വിദ്യാലയങ്ങളുടെ ഭാഗമായിട്ടാണ് ഉള്ളത്. CBSEയുടെ ഏറ്റവും വലിയ ആകർഷണം അതായതുകൊണ്ട് കേരളത്തിൽ പല ഗവൺമെൻറ് സ്കൂളിൻ്റെ കൂടെയും എയ്ഡഡ് സ്കൂളിൻ്റെ കൂടെയും എല്ലാം ഈ KG ഒരു സംവിധാനമായിട്ടുണ്ട്. അതെല്ലാം അൺഎയ്ഡഡാണ്. അവിടെ ആര് പഠിക്കണമെങ്കിലും ഒരു സർക്കാർ സ്കൂളിൻ്റെ LP സ്കൂളിൻ്റെ കൂടെയും അപ്പോൾ അവിടെ KG ഉണ്ട്. അവിടെ സർക്കാർ ഇപ്പോൾ ഒരു സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും ആ സിലബസ് ഒന്നും അല്ലാതെ ഒരു പ്രൈമറി വിദ്യാലയത്തെ താഴോട്ട് വലിച്ചു നീട്ടിയുള്ള ഒരു KG സംവിധാനം ചില സ്ഥലത്തുണ്ട്. അത് പൂർണ്ണമായും അൺഎയ്ഡഡ് മേഖലയിലാണ്.
അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം നടപ്പാക്കാൻ പോകുന്നത് ഈ വർഷം തന്നെ ഗവൺമെൻറ് അനൗൺസ് ചെയ്തു, കേരളത്തിലെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം നടപ്പാക്കാൻ തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രീ പ്രൈമറി എന്ന് പറയുന്ന അംഗനവാടി ബാലവാടികൾ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലല്ല നടക്കുന്നത്, അത് ശിശുക്ഷേമ വകുപ്പിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇവിടെ ഇനി NEP പ്രകാരം ശിശുക്ഷേമ വകുപ്പിൻ്റെ ചില കാര്യങ്ങൾ, അതായത് കുട്ടികളുടെ പോഷകാഹാരം, അമ്മമാരുടെ സംരക്ഷണം ഒക്കെ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഈ പ്രായത്തിൻ്റെ പരിഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടി നടപ്പാക്കുകയും അത് ഒരു ജോയിൻ്റ് കാര്യമാകും. അതിൻ്റെ പ്രധാന സ്റ്റേക്ക് ഹോൾഡർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആകും. അത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശരി. അത് നടപ്പാക്കുന്നു. എന്നാൽ ഇത് കേന്ദ്രത്തിൻ്റെ ആണോ NEP ആണോ എന്നൊന്നും അവർ പറയില്ല. അതാണ് നല്ലത് എന്ന് പറയുന്നു. രണ്ടാമത്തെ, അപ്പോൾ ഈ പ്രീ പ്രൈമറി കാലഘട്ടം 3 വർഷമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. അതുകൊണ്ട് ഈ വർഷം മന്ത്രി അതും പറഞ്ഞു, 6ാം ക്ലാസ്സിലാണ് 1ാം ക്ലാസ് പ്രവേശനമെന്നും. 6ാം വയസ്സിൽ അതും NEPയുടെ ഭാഗമാണ്. ഇതൊന്നും NEP അത് പറയില്ല. അപ്പോൾ 1ഉം 2ഉം ക്ലാസ്സുകൾ, പണ്ട് 1ഉം 2ഉം ക്ലാസ്സുകളുടെ കാര്യങ്ങൾ താഴേക്ക് വലിച്ചു നീട്ടുകയായിരുന്നുവെങ്കിൽ NEP പ്രകാരം താഴത്തെ ക്ലാസ്സാണ് 1ഉം 2ഉം വരുന്ന പ്രായം വരെ അങ്ങോട്ട് കയറ്റുന്നത്. എന്ന് പറഞ്ഞാൽ കുട്ടി കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന പ്രായമാണ്. കുട്ടിയുടെ ആ ഒരു മാനസികാവസ്ഥയും സ്വഭാവത്തെയും എങ്ങനെ വിദ്യാഭ്യാസത്തിന് ഉപയുക്തമാക്കാം എന്ന രീതിയിൽ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ലോകത്ത് മുഴുവൻ നടന്ന ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ചിന്തിക്കുന്നത്. ആദ്യമായിട്ട് ഭാരതത്തിൽ ഈ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് NEP പറയുന്നു. 5 വർഷം, 3 വർഷത്തെ പ്രീ പ്രൈമറിയും 2 വർഷത്തെ ഈ പ്രിപ്പറേറ്ററി സ്റ്റേജ് ആയിട്ടുള്ള ഒക്കെ പാടെ വരുന്ന ഈ കാലഘട്ടം 1ഉം 2ഉം വരുന്ന, അതിന് വേണ്ടിയിട്ടുള്ള ഒരു NCF ഉണ്ടാക്കിയിട്ടുണ്ട്. നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലും അതിൻ്റെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പാഠപുസ്തകങ്ങൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് വരും. അപ്പോൾ അതാണൊരു കാര്യം. അതിൽ അടുത്ത സ്റ്റേജ് NEP എന്താ പറയുന്നത്, ഈ ഘട്ടത്തിൽ 3ാം ക്ലാസ്സിലെത്തുന്ന കുട്ടിക്ക് അടിസ്ഥാന ഭാഷാശേഷിയും ഗണിതശേഷിയും ഉണ്ടാകണം. ഇതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം മുതലേ കേരളത്തിലും പദ്ധതികൾ തയ്യാറാക്കി നടപ്പാക്കുന്നു. എത്ര വിജയിക്കുന്നു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം, നടപ്പാക്കുന്നു. അപ്പോൾ ഇങ്ങനെ NEP ഘട്ടം ഘട്ടമാക്കിയെടുത്താൽ അത് കഴിഞ്ഞാൽ വരുന്നത് പ്രധാനമായിട്ടും കണ്ടൻറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ അനൗൺസ്മെൻ്റ് എന്തുണ്ടായത്, കേരളത്തിലെ പാഠപുസ്തകങ്ങൾ റാഷണലൈസ് ചെയ്ത് ചെറുതാക്കും എന്ന് മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശരിയാണ്. NEPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോർ ടു ദ സബ്ജക്റ്റ് ആയിരിക്കണം. അപ്പോൾ റാഷണലൈസ് ചെയ്ത് പാഠപുസ്തകങ്ങൾ ചെറുതാക്കിയ സമയത്ത് ഇപ്പോൾ ഈ നമ്മുടെ മന്ത്രി പറയുന്നത് എന്താണ്, ആവർത്തിച്ച പാഠഭാഗങ്ങൾ, ആ കുട്ടിയുടെ പ്രായത്തിന് അനുഗുണമല്ലാത്ത പാഠഭാഗങ്ങൾ, ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റിനുള്ളിൽ, ഉയർന്ന ക്ലാസ്സിലാണെങ്കിൽ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ, അതൊക്കെ യുക്തമായ സ്ഥലത്ത് നിർത്തിക്കൊണ്ട് ചെയ്യും. ഇതാണ് 2 വർഷം മുമ്പ് NCERT ചെയ്തപ്പോൾ ഞങ്ങളിതൊക്കെ അഡീഷണൽ പാഠപുസ്തകം ഉണ്ടാക്കുമെന്നോട് ചെയ്ത ആൾക്കാർ. അപ്പോൾ ആ രീതിയിൽ ഓരോന്നെടുത്ത് സ്കൂൾ തലത്തിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേശീയ തലത്തിൽ നടക്കുന്ന പരീക്ഷ, അതായത് 3, 5, 8 ക്ലാസ്സിലെ വ്യത്യസ്ത സ്റ്റേറ്റ് ബോർഡുകൾ ആണ് പരീക്ഷ നടത്തുന്നത്, പാഠ്യപദ്ധതികൾ തയ്യാറാക്കുന്നത്, പഠിപ്പിക്കുന്നത്, ബോർഡ് പരീക്ഷ നടത്തുന്നത്. എന്നാൽ ബോർഡ് പരീക്ഷയിൽ മാത്രം സ്റ്റേറ്റ് ബോർഡ് പിന്നെ സെൻട്രൽ ബോർഡുകൾ പല കുട്ടികളുടെയും ഒരു നിലവാരം വ്യത്യസ്തമാണ്. അതുകൊണ്ട് അതിനുശേഷം മാത്രം അത് ശരിയാക്കിയാൽ പോരാ എന്നതുകൊണ്ട് ഓരോ വർഷവും സംസ്ഥാന ബോർഡുകൾക്ക്, വിവിധ ബോർഡുകൾക്ക് ഇൻപുട്ട് നൽകാൻ എന്തൊക്കെ റെമഡികൾ ചെയ്യേണ്ടി വരും, ടീച്ചേഴ്സിന് എങ്ങനെ കോപ്പി, ഇത് വേണ്ടിയിട്ടാണ് നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ പുതുതായിട്ട് നിപുൺ എന്ന രീതിയിൽ ചെയ്യുന്നത്, പരക്കിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് കേരളത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഓരോന്ന് എടുക്കുകയാണെങ്കിൽ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഇതിൻ്റെ ഒരു മോഡലായിട്ട് സമഗ്രതയിൽ ചെയ്യണം, അതിന് ഞങ്ങൾ നിങ്ങളെ കൂടെ സഹായിക്കാം, നമുക്ക് PM ശ്രീ വിദ്യാലയം തുടങ്ങാം എന്ന് പറയുമ്പോൾ
അത് തയ്യാറല്ല. അപ്പോൾ പരസ്യമായിട്ട് ഈ NEP ആണെന്ന്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയാണ് ഇവിടെ നടപ്പിലാക്കുന്നതെന്ന് പറയുന്നില്ലെങ്കിലും ഈ കാര്യങ്ങളെല്ലാം തത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ മാഷിൻ്റെ വിശദീകരണത്തിൽ എനിക്ക് മനസ്സിലാകുന്നത്. മാഷ് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ 2 പോയിന്റുകൾ എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത്, ഒന്ന് ഈ പാഠപുസ്തകങ്ങളുടെ കാര്യം. ഇത്ര വലിയ വിവാദം ഉണ്ടാക്കിയതാണ് ഗാന്ധിജിയെ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി, അദ്ദേഹത്തെ ഒഴിവാക്കി, ചരിത്രം ഒഴിവാക്കി എന്നൊക്കെ. അത് ഈ പറഞ്ഞ പോലെയാണ്, ഓരോ ഘട്ടത്തിൽ വിദ്യാർത്ഥി പഠിക്കേണ്ടത് എന്താണ്, ആവർത്തിച്ച് പഠിക്കേണ്ടതില്ലാത്ത ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ടെക്സ്റ്റ് ബുക്കുകളെ റാഷണലൈസ് ചെയ്യുക എന്നുള്ളൊരു പദ്ധതി തന്നെയാണ്. ആ പദ്ധതിയൊക്കെ ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ നടപ്പിലായെങ്കിൽ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ നടപ്പിലായെങ്കിൽ ഒരു കുഴപ്പമില്ല, കുറച്ച് ഫണ്ട് നഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ മാത്രമാണ് പ്രചരിപ്പിച്ചത്. പക്ഷേ വാസ്തവത്തിൽ ഈ ഒരു പദ്ധതിയിലേക്ക്, ദേശീയ പദ്ധതിയുടെ ഭാഗമായി കേരളവും യഥാസമയം മുന്നേറിയിരുന്നെങ്കിൽ, 5 വർഷം ആയിട്ട് നടപ്പിലാക്കാനുള്ള പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേ പോയിരുന്നെങ്കിൽ കേരളത്തിൽ ഉണ്ടാകാമായിരുന്ന വലിയ നേട്ടങ്ങളുണ്ടായിരുന്നില്ലേ? വിദ്യാഭ്യാസ രംഗത്തുണ്ടാകാമായിരുന്ന വലിയ നേട്ടങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാവുക. കാരണം മറ്റു പല സംസ്ഥാനങ്ങളുടെയും ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ അവരുടെ ആദ്യ ഊന്നലും ഒരു പരിധിവരെ കേരളം സാക്ഷാത്കരിച്ച പ്രദേശമാണ് വിദ്യാഭ്യാസത്തിൻ്റെ. എന്ന് പറഞ്ഞാൽ സാർവത്രികവൽക്കരണം, വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രികവൽക്കരണം, എൻറോൾമെൻറ്റ് വർദ്ധിപ്പിക്കുക. അത് 100% എൻറോൾമെൻറ്റിലാണ് മറ്റു പല സംസ്ഥാനങ്ങളും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആദ്യം കുട്ടികളെ സ്കൂളിലെത്തിക്കണം, പിന്നെ അവർക്ക് ആവശ്യത്തിന് ടീച്ചേഴ്സിന് ഉണ്ടാക്കണം. ഇപ്പോഴും ലക്ഷക്കണക്കിന് വേക്കൻസികളുള്ള സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത സ്ഥലങ്ങൾ നമുക്ക് കേരളം വിട്ടാൽ നമുക്ക് പല സ്ഥലത്തും കാണാം. കേരളത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലെ സ്വകാര്യ സംരംഭകർ എന്ന് പറഞ്ഞാൽ ലാഭേച്ഛ അല്ലാതെ സാമൂഹ്യ സേവനം എന്ന രീതിയിൽ ആദ്യകാലത്തെ വിദ്യാഭ്യാസത്തിലേക്ക് സമൂഹം പല സാമൂഹ്യ സംഘടനകളായിട്ട് വിദ്യാലയങ്ങൾ തുടങ്ങിയ ഒരു ചരിത്രമുണ്ട്. ഇവിടുത്തെ ആദ്യകാലത്ത് തന്നെ രാജാക്കന്മാർ നമ്മുടെ തിരുവനന്തപുരത്തിരിക്കുന്നു. രാജാക്കന്മാരുടെ കാലത്ത് അവരും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഹൈ ലെവലിൽ പണ്ടേ ഉണ്ടായിരുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ സാധനം കിട്ടിയ സമയത്ത് ഏറ്റവും പെട്ടെന്ന് പോയി ഗോളടിക്കാൻ പറ്റിയിരുന്നത് നമ്മൾ പാഴാക്കി കേരളത്തിനായിരുന്നു. അത് നമ്മൾ പാഴാക്കി. നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ നോക്കും. ഇന്ന് കേരളത്തിലെ നല്ല കുട്ടികളായി വരുന്നു. പക്ഷേ ഇന്ന് പുതിയ തലമുറയെക്കുറിച്ച് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. നന്നായി പഠിച്ചു വരുന്ന കുട്ടികൾ പക്ഷേ ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നു. ശരി. ശാരീരിക പ്രശ്നങ്ങൾ, രോഗാതുരമായിട്ടുള്ള ശരീരം, ഒബാസിറ്റി മുതൽ പല രീതിയിലുള്ള ശാരീരിക കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഈ ട്രെൻഡ് വളരെ കൂടുതലാകുന്നു. പഠനത്തിലേക്ക് മാത്രം, പഠനം എന്ന് പറഞ്ഞാൽ പരീക്ഷ എന്ന് പറഞ്ഞാൽ മാർക്ക്, ആ മാർക്ക് നേടുന്നതിന് വേണ്ടിയുള്ള കോച്ചിങ്, അതുണ്ടാക്കുന്ന പിരിമുറുക്കങ്ങൾ, സമ്മർദ്ദങ്ങൾ, അതേസമയത്ത് ആഴത്തിൽ പഠിക്കാനുള്ള സമയമില്ലായ്മ, ഇതെല്ലാം ഒരു റോട്ട് മെമ്മറി, ഒരു റോട്ട് ലേണിങ്ങിലേക്ക് പോകുന്നു. NEP പറയുന്നത് ഇതൊന്ന് മാറിയിട്ട് ഒരു ക്രിട്ടിക്കൽ സ്റ്റഡി, നമ്മൾ കേരളത്തിലും പറയും ക്രിട്ടിക്കൽ സ്റ്റഡി എന്നൊക്കെ പറയുന്നു, എങ്കിലും ക്രിട്ടിക്കൽ സ്റ്റഡി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള സംവിധാനത്തിലേക്ക് ചിന്തിക്കാൻ, നമ്മുടെ കുട്ടികളെ ശാരീരിക ക്ഷമതയെക്കുറിച്ച് കാര്യമായിട്ട് ചെയ്യുക, നമ്മുടെ കുട്ടികളുടെ സർഗാത്മകത. നോക്കൂ, കേരളത്തിലാണ് നമ്മൾ ആവേശത്തോടെ പറയുന്നത് ഏഷ്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കലാപ്രതിഭകളുടെ സംഗമം നടത്തുന്നത് നമ്മുടെ യുവജനോത്സവമാണ്. പക്ഷേ ആ യുവജനോത്സവത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? യുവജനോത്സവത്തിൽ കഥകളിയിൽ കിട്ടിയ മാർക്ക്, A ഗ്രേഡ് കിട്ടിയ കുട്ടിക്ക് 30 മാർക്ക്, ഗ്രേഡിനെ 30 മാർക്കായി കണക്കാക്കിയിട്ട് ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിൽ കൊടുക്കുന്നത് സോഷ്യൽ സ്റ്റഡീസിന് മാർക്ക് കുറവാണ്, A+-നെങ്കിൽ അതിലേക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഇപ്പോഴും നമ്മളുടെ ഈ ബോർഡ് എക്സാമിനേഷനിൽ കുട്ടി കലാകാരിയാണ്, കുട്ടി കായിക താരമാണ്, കുട്ടി ഒരു എഴുത്തുകാരിയാണ് എന്ന് എവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഇല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആൾറെഡി ഉള്ളതാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഇതെല്ലാം നമുക്ക് വളരെ ചെറിയ രീതിയിൽ മാറ്റിക്കൊണ്ട് സമഗ്രമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ നഷ്ടം, പൈസയുടെ നഷ്ടം ഗവൺമെൻറ്റിന്. പക്ഷേ ഇത് നഷ്ടപ്പെടുന്നത് നമ്മുടെ തലമുറയ്ക്കാണ്, സമൂഹത്തിനാണ്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക നഷ്ടത്തിന് അപ്പുറത്തേക്ക് ഉണ്ടാകാവുന്ന സാമ്പത്തിക നഷ്ടം സർക്കാരിൻ്റെ അല്ലേ? അതെ, അത് ബാധിക്കുന്ന കാര്യമല്ല വാസ്തവത്തിൽ. പക്ഷേ നമ്മൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ
അന്ന് കേന്ദ്രത്തിൽ ചരിത്ര പുസ്തകങ്ങളിൽ ഒക്കെ നടത്തിയ ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ കാവ്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് വിമർശിച്ച് അതായിരുന്നു അന്നത്തെ വലിയൊരു ബഹളത്തിന് കാരണം. ഇന്നിപ്പോൾ ആ കാവ്യവൽക്കരണം എന്നുള്ള വാക്ക് ഒക്കെ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ നയത്തെ തന്നെ പൂർണ്ണമായിട്ടും അങ്ങ് തള്ളിപ്പറയുകയും ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഈ ഒരു മാറ്റത്തിൽ എന്താണ് ശരിക്കും അതിൻ്റെ ഒരു കാവ്യവൽക്കരണം എന്ന് പറയുന്ന അന്നുണ്ടായിരുന്ന ആ പ്രവർത്തനം തന്നെ, അതായത് കറക്റ്റ് ചെയ്യുകയാണ്, ചരിത്രത്തെ ആയാലും കൊള്ളാം, സംസ്കാരത്തെ ആയാലും കറക്റ്റ് ചെയ്യുന്ന പ്രവർത്തനം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോൾ ഈ പൂർണ്ണമായി വിദ്യാഭ്യാസ നയത്തെ തന്നെ അങ്ങ് എതിർക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. പക്ഷേ അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? അതെ, കറക്റ്റാണത്. ഒബ്സർവേഷൻ കറക്റ്റാണ്, നടക്കുന്നതും കറക്റ്റാണ്. കാരണം അന്ന് പോളിസി മാറിയിരുന്നില്ല. അന്ന് 86 രാജീവ് ഗാന്ധിയുടെ പോളിസിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് ഉണ്ടാക്കി. ആ നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഭാഷാ കാര്യത്തിൽ ഉണ്ടായി. ഗണിതത്തിൻ്റെ ഉള്ളിലൊക്കെ ഭാരതീയ പാരമ്പര്യം കൊണ്ടുവരുന്ന വേദഗണിതത്തെ, അതൊക്കെയാണ് ഒരു ഭാഗം ഉണ്ടായത്. സംസ്കൃതത്തിന്, വേദഗണിതത്തിന് ചില വൊക്കേഷണൽ കോഴ്സുകൾ, ആ വൊക്കേഷണൽ കോഴ്സുകളിൽ ജ്യോതിഷവും ഒരു കോഴ്സായിരുന്നു. അതേപോലെ തന്നെ പൂജാതന്ത്രങ്ങൾ, ടെമ്പിൾ മാനേജ്മെൻറ്റ് കോഴ്സുകളൊക്കെ അന്ന് വന്നിരുന്നു. അതിനുശേഷം ചരിത്ര പാഠപുസ്തകത്തിലെ നിരവധി ചിലത് കോടതി കേസുകളുണ്ട്, ചില വിഭാഗങ്ങൾ എതിർത്തുകൊണ്ടിരുന്ന അവരുടെ മഹാപുരുഷന്മാരെ, ഭാരതത്തിലെ മഹാപുരുഷന്മാരെ, മഹാസങ്കല്പങ്ങളെ എല്ലാം തമസ്കരിക്കുകയോ അല്ലെങ്കിൽ ആക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റുന്ന രീതിയും ഒക്കെയാണ് ഒരു ചെറിയ പ്രവർത്തനമാണെന്ന് ചെയ്തിരുന്നുള്ളൂ. കാരണം അത്ര ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അന്ന് ഒരു പോളിസി ഉണ്ടായിരുന്നില്ല. ഉള്ള പോളിസിക്കകത്ത് ഒരു NCF ഉണ്ടായി. NCFൽ പ്രത്യേകിച്ചും അതിലൊരു മാറ്റം എന്ന് പറയുന്നത് ചരിത്രമാണ്. അന്ന് കരിക്കുലത്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു അന്നത്തെ മാറ്റം. കരിക്കുലത്തിൽ മാത്രമാണ്, അതായത് സ്കൂൾ കരിക്കുലത്തിൽ. പക്ഷെ ഇന്ന് പോളിസിയെ മാറ്റിയിട്ടുണ്ട്. പുതിയ പ്ലാനാണ്, ബിൽഡിങ്ങിൻ്റെ പ്ലാൻ. അതിൻ്റെ അനുസരിച്ചാണ് പുതിയ NCF ഉണ്ടാക്കിയത്. അതിനനുസരിച്ചാണ് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുന്നത്, കോഴ്സുകൾ ഫ്രെയിം ചെയ്യുന്നത്. വലിയൊരു മാറ്റമാണ്. അപ്പോൾ വലിയൊരു മാറ്റം ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ NCFനെ തന്നെ, ഈ പ്ലാനിനെ തന്നെ, പോളിസിയെ തന്നെ എതിർക്കുന്നു. പക്ഷെ അവരെതിർത്താലും അവരുടെ എതിർപ്പിന് മുനയൊടിഞ്ഞ എതിർപ്പുകളാണ്. ആദ്യകാലത്ത് അന്ന് എതിർക്കുന്ന സമയത്ത് നമ്മളും വേണ്ടത്ര എക്വിപ്ഡ് ആയിരുന്നില്ല എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയില്ല. അതിൻ്റെ വർഷങ്ങളായിട്ട് അവർ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ NCERT ആവാം, സർവകലാശാലകളാകാം, നമ്മുടെ ICHR, ICSR തുടങ്ങിയ നിരവധി ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം പ്രൊഡക്റ്റുകളാണ് വിദ്യാഭ്യാസത്തിൽ പ്രതിഫലിക്കുക. ശരിയാണ്. ചരിത്രം ICHRലൂടെ വരുന്നു, ഫിലോസഫി അതിന് ഉള്ള സംവിധാനമുണ്ട്, സോഷ്യൽ സയൻസിൻ്റെ മേഖലയുണ്ട്, സയൻസിന് വ്യത്യസ്ത സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇവിടുത്തെ റിസർച്ചുകളുടെയും ഇവരുടെ ഇൻപുട്ടുകളുമാണല്ലോ ക്രോഡീകരിച്ച് അവസാനം സ്കൂൾ പാഠപുസ്തകങ്ങളിലേക്കും യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ വരുന്ന വിഷയങ്ങളായി വരിക. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് അത്ര വലിയ ഈ മൊത്തം സംവിധാനം, ഭരണ സംവിധാനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അതിനെ ടോർപിഡോ വയ്ക്കാൻ സാധിച്ചു. നല്ല താല്പര്യം ഉണ്ടായിരുന്ന NCERTയിൽ നല്ലൊരു വ്യക്തി വന്നു, രജപുത് സാറ്. അദ്ദേഹത്തിന് അതിന് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ പാഠപുസ്തകങ്ങൾ മാറ്റം വരുത്താം, തെറ്റായ കാര്യങ്ങൾ മാത്രം, പുതിയതൊന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷെ അതിനെ അവർക്ക് തകർക്കാൻ സാധിച്ചു. പക്ഷെ നിരന്തരമായിട്ടുള്ള നമ്മുടെ കഴിഞ്ഞ 10-15 വർഷം നമ്മൾ അക്കാദമിക രംഗം ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ആ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമുണ്ടായതും ആ നയത്തിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ ഒരു മുൻ തയ്യാറെടുപ്പുകളുണ്ട്. അപ്പോൾ ഈ നയം വന്ന സമയത്ത് ഉടൻ എങ്ങനെയൊക്കെ മാറണം എന്നതിനനുസരിച്ചും സർക്കാർ പുതിയ സംവിധാനം ഉണ്ടാക്കി. ഭാരതീയ ഭാഷകളെ തിരിച്ചുകൊണ്ടുവരണം. ഭാരതീയ ഭാഷാ സമിതി, സർക്കാരിൻ്റെ ഒരു പുതിയ NCERT, UGC എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഭാരതീയ ഭാഷാ സമിതി ഉണ്ടായി. ഭാരതീയ ജ്ഞാന പരമ്പരത്തെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഭാരതീയ ജ്ഞാന പരമ്പരയുടെ വിഭാഗം AICTEയുടെ കൂടെ സ്വതന്ത്രമായിട്ട് ഗവൺമെൻറ് കീഴിലുണ്ടായി. പിന്നെ അപ്പോൾ ഇത്തരത്തിലുള്ള അംബ്രല്ല ഓർഗനൈസേഷൻസ് പുതുതായിട്ടും ഉണ്ടാക്കി.
ഒപ്പം തന്നെ പുതിയ ഗവേഷണങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അവർ മൊത്തം ഈ പോളിസി എതിർക്കും, കാടടച്ച് വെടിവെക്കും. എന്നാൽ അതിൻ്റെ ഓരോന്നിൻ്റെയൊക്കെ ഉള്ളിലേക്ക് പോയാൽ ഇവർക്ക് എതിർക്കാൻ പറ്റില്ല. ഒരു പാഠപുസ്തകത്തിലൊരു കാര്യം വന്നാൽ തന്നെ അവർക്ക് എതിർക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരു മുഗൾ ഭരണം ഒഴിവാക്കി എന്ന് പറയുന്നു. മുഗൾ ഭരണം ഒഴിവാക്കിയിട്ടില്ല. മുഗൾ ഭരണത്തെ ഭാരതത്തിൽ എങ്ങനെയാണ് കണ്ടത്? മുഗൾ രാജാക്കന്മാർ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരുമായിട്ടാണല്ലോ യുദ്ധം ചെയ്തത്. അപ്പോൾ നമ്മൾ ആ യുദ്ധം ചെയ്ത രാജാക്കന്മാരുടെ പക്ഷത്ത് നിന്നാണോ നോക്കേണ്ടത്, അതോ ഇവിടെ അതിക്രമിച്ച് വന്ന മുഗളന്മാരുടെ പക്ഷത്ത് നിന്ന് നോക്കണോ, അതോ പിന്നീട് വന്ന ബ്രിട്ടീഷുകാർ, യൂറോപ്യന്മാർ ഈ യുദ്ധത്തെ അവരുടെ കണ്ണിലൂടെ കണ്ടത് നോക്കണോ? എല്ലാം വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. അപ്പം നമ്മൾ നോക്കുന്നത്, നമ്മളിലേക്ക് ബ്രിട്ടീഷുകാർ ആക്രമിച്ചു വന്നാലും നമ്മളിലേക്ക് മുഗളന്മാർ ആക്രമിച്ചു വന്നാലും അക്രമകാരികളെ അവരെത്രത്തോളം അക്രമം നടത്തി. അതുകൊണ്ട് ഇപ്പം നമ്മൾ പാഠപുസ്തകത്തിലൂടെ പഠിച്ചു വന്ന, വിദ്യാഭ്യാസത്തിലൂടെ വളർന്നു വന്ന കുട്ടിക്ക് ജാലിയൻ വാലാബാഗിൽ കൂട്ടക്കൊല ചെയ്ത ഡയർ നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ ശത്രുവാണ്. അയാളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിലും എത്രയോ ഇരട്ടി ആൾക്കാരെ അതിലും ക്രൂരമായി കൊല ചെയ്ത ജലാലുദ്ദീൻ എന്ന മുഗൾ രാജാവ്, അങ്ങനെ രാജാവ് ഉണ്ടോ എന്ന് ഇപ്പോൾ ആൾക്കാർ ചിന്തിക്കും അല്ലേ? അത് അക്ബറാണ്. ആ അക്ബറിന് അക്ബർ ആയതിന് ശേഷമുള്ള കാര്യം മാത്രമേ നമുക്കറിയാം, അത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ബാബറിൻ്റെ അക്രമത്തെക്കുറിച്ച്, ബാബർ പാനിപ്പത്തിൽ ഇബ്രാഹിം ലോധിയുമായി തോറ്റു 2 വിദേശ രാജ്യങ്ങൾ. ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചതിന് ശേഷം, മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചതിന് ശേഷം ബാബർ എന്ത് ചെയ്തു? അപ്പോഴാണ് അയോധ്യയൊക്കെ വരുന്നത് അല്ലേ? അപ്പോൾ ഈ രാജ്യത്ത് മത നിയമപ്രകാരമുള്ള നിയമങ്ങളുണ്ടാക്കി, ഭരണം കൊണ്ടുവന്നു, ജസിയ കൊണ്ടുവന്നു, ഇതൊക്കെ ഉണ്ടാക്കി. ജലാലുദ്ദീൻ്റെ ക്രൂരതകൾ, ജലാലുദ്ദീൻ്റെ ക്രൂരതകൾ, പിന്നെ ഇതിൻ്റെയൊക്കെ കാരണം അദ്ദേഹം വലിയ ആളുടെ മോനല്ലേ, നമ്മുടെ നാട്ടിൽ പറയില്ലേ, മുതലാളിയുടെ മോൻ. അവൻ്റെ കയ്യിൽ അവൻ എത്രത്തോളം തെമ്മാടിയായിരിക്കും. യുവാവുമ്പോൾ പെണ്ണ് പിടിയാനാവും ഏറ്റവും വലുത്. അവിടുത്തെ ബാക്കി എല്ലാ ഇതിലെയും നൊട്ടോറിയസ് ക്രിമിനലായി. ജലാലുദ്ദീൻ വാസ് നൊട്ടോറിയസ് ക്രിമിനൽ ഓഫ് ദാറ്റ് ടൈം. രേഖകളുണ്ടല്ലേ? അദ്ദേഹം ഈ പർദ്ദ ധരിച്ച് ഹിന്ദു ഉത്സവങ്ങൾ നടക്കുന്ന സ്ത്രീകളൊന്നായിട്ട് വന്ന് ഹോളിയല്ലേ, ഹോളി പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് സ്ത്രീകളെ പീഡിപ്പിച്ചിരുന്നു. എന്നിട്ട് അയാളെ ഒരു നമ്മുടെ രാജസ്ഥാനിൽ പോയാൽ അതിൻ്റെ ഇതുണ്ട്, ചിത്തോർ റാണി, അദ്ദേഹത്തെ വാൾമുനിൽ നിർത്തുന്ന രംഗമുണ്ട്. ചരിത്ര സംഭവം, അതൊന്നും നമ്മൾ പഠിക്കില്ല. ജലാലുദ്ദീൻ കഥാപാത്രം തന്നെ. ജലാലുദ്ദീൻ എന്ന കഥാപാത്രം ഇങ്ങനെ യുദ്ധം ചെയ്ത് അൽദിഘട്ടിലെ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ക്രൂരമായിട്ട് ചതിച്ചിട്ടാണ് പൃഥ്വിരാജിനുമായിട്ട് ഇതുണ്ടായത്. അപ്പോൾ ജലാലുദ്ദീൻ മാറി അക്ബറായി, അക്ബർനാമയും എത്തി. അക്ബർ മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ അക്ബർ ആവുന്നെങ്കിൽ ഈ ഒരു സംഘർഷം പറ്റില്ലേ എന്ന് അയാൾക്ക് മനസ്സിലായപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ അക്ബറോട് കൂടി തന്നെ ഭാരതം സ്വതന്ത്രമായേനെ. അക്ബർ 2ാമത്തെ അടവ് സന്ധി ചെയ്തു, രാജാക്കന്മാരോടൊക്കെ സന്ധി ചെയ്തു. രാജാക്കന്മാരോട് സന്ധി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ ഔദ്യോഗിക സ്റ്റേറ്റ് മതം ഇസ്ലാം ഒഴിവാക്കി. ഹിന്ദുക്കൾക്കും കൂടി പറ്റുന്ന ഒരു പുതിയ മതം എന്ന് പറഞ്ഞാൽ, നമ്മൾ അത് ഭയങ്കരമായിട്ടാണ് പറയുന്നത്. അക്ബർ ഒരു മതം സ്ഥാപിച്ചു. അപ്പോൾ അയാൾ ശരിക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണം. ദിൻ ഹിലായി മതം സ്ഥാപിച്ചു. അദ്ദേഹം ജസിയ എടുത്തു കളഞ്ഞു. അദ്ദേഹം ഗോവധം നിരോധിച്ചു. അദ്ദേഹം അയോധ്യയിലെ പൂജാ അനുമതി നൽകി. അതേപോലെ തന്നെ ഹിന്ദു പെൺകുട്ടികളെ, യുവതികളെ വിവാഹം കഴിക്കാം, രാജകുടുംബങ്ങൾ വിവാഹം കഴിക്കാൻ തുടങ്ങി. ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. അവർ മതം മാറേണ്ടതില്ല. ഇദ്ദേഹത്തിന് തന്നെ കുറേ ഭാര്യമാർ ഹിന്ദു പിന്നെ ഒട്ടേറെ ഉദ്യോഗസ്ഥന്മാരെ സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് ബീർബലിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പം ഇങ്ങനെ ഒരു മാറ്റം അദ്ദേഹം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും മഹാൻ എന്ന് വിളിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനമാണ്.
അല്ലെങ്കിൽ ഏതൊരു അപ്പോൾ അദ്ദേഹം നല്ല കാര്യം ചെയ്തത് നല്ല കാര്യം. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെ രാജാവ് എങ്ങനെയായിരുന്നു എന്നുള്ളത് മറക്കാൻ പറ്റില്ല. അത് പഠിപ്പിക്കരുതെന്ന് പറയാനും പാടില്ല. അത് പഠിപ്പിക്കണം, മറ്റും പഠിപ്പിക്കണം. എല്ലാം ക്രിട്ടിക്കലായിട്ട് കുട്ടി പഠിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു. ഉരുക്കു വനിത എന്ന് പറഞ്ഞിട്ടുണ്ട്. 71 യുദ്ധത്തിന് ശേഷം നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി വളരെയേറെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അല്ല, അന്നത്തെ പ്രതിപക്ഷ നേതാവ് വാജ്പേയി എന്താ പറയുക, ദുർഗയോട് ഉപമിച്ചു അല്ലേ. 4-5 വർഷം കഴിഞ്ഞ് അതിലങ്ങ് എന്താണ് ഭ്രമിച്ചിട്ട് ഏകാധിപതി ആവാൻ തുടങ്ങി, കോടതിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വില വയ്ക്കാതെയായി, ഏകാധിപതിയായി. ജനം അപ്പം എതിർത്തു. ഇതേ വാജ്പേയും അല്ലേ മുന്നിൽ വന്നത്. അപ്പോൾ നമ്മളെ കാഴ്ചപ്പാട് വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. അത് ക്രിട്ടിക്കലായിട്ട് കുട്ടി പഠിക്കട്ടെ. അപ്പോൾ ആ രീതിയിലൊരു സമീപനമാണ്. പാഠപുസ്തകത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് എടുത്തതാണ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. സാധാരണ നമ്മുടെ ഒരു റിസർച്ച് പബ്ലിക്കേഷനിലാണ് കൊട്ടേഷൻ അല്ലെങ്കിൽ അത് എവിടെ നിന്ന് എടുത്തു പറയും. ഇപ്പം നമ്മുടെ പാഠപുസ്തകത്തിൽ അത് എവിടെ നിന്ന് എടുത്തുന്നുണ്ട്. ശരി നിഷേധിക്കാൻ പറ്റില്ല. അവർ സോഴ്സും കുട്ടികൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ സോഴ്സിൻ്റെ ലിങ്ക് അതിൽ കൊടുക്കും. ആധികാരികത ഉണ്ടാവും. ആധികാരികമായിട്ടാണ്. അല്ലാതെ ഇപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിൽ കേരളത്തിലൊരു പാഠഭാഗം വായിക്കാം. കേരളത്തിലൊരു പൊളിറ്റിക്കൽ തിയറിയാണ് 1921 മാപ്പിള ലഹള കർഷക സമരമായിരുന്നു. അതൊരു തിയറിയാണ്. പക്ഷെ ആ തിയറി മാത്രം പാഠപുസ്തകത്തിൽ എഴുതരുത്. കുട്ടിയോട് ചോദിക്കാം, ഇതൊരു കർഷക ലഹളയായിരുന്നോ, ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നോ, അതോ ഒന്നാം ലോക മഹായുദ്ധത്തിൽ സ്ഥാനം നഷ്ടപ്പെട്ട ഖലീഫയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള ഒരു മത പ്രക്ഷോഭമായിരുന്നു. ആ മതപ്രക്ഷോഭം എങ്ങനെ പോയി, ഇതെന്തും ചോദിക്കാം. ഒന്നും പാഠപുസ്തകത്തിൽ ഇതാണെന്ന് പറയണ്ട, കുട്ടി കണ്ടെത്തട്ടെ. അത് നമ്മുടെ കേരളത്തിൽ തയ്യാറാകും. കേരളത്തിൽ എന്താണ് ക്രിട്ടിക്കൽ പെഡഗോജിയ എന്നൊക്കെ പറയും. ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റാവും. അപ്പം ഈ ഓരോ കാര്യത്തിലും പാഠഭാഗത്തിന് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിലൊരു ഭാഗം ഉണ്ടായിരുന്നു, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അധ്യക്ഷന്മാരായിട്ട് കുറേ ആൾക്കാരുടെ പേര്. ആ പേരുകളൊക്കെ ഇപ്പം നീക്കം ചെയ്തു. ആ നീക്കം ചെയ്ത പേരിൽ അബ്ദുൽ കലാം ഉണ്ടായിരുന്നു. അപ്പോൾ അബ്ദുൽ കലാം മുസ്ലിം ആയതുകൊണ്ടാണ് നീക്കം ചെയ്തത്. അതല്ല വസ്തുത. നമുക്കിപ്പോൾ ഓൺലൈനിൽ പരിശോധിക്കാമല്ലോ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കൊരു അധ്യക്ഷനെ നമ്മൾ തിരഞ്ഞെടുത്തിരുന്നു. അയാളുടെ അധ്യക്ഷതയിലാണ് നടന്നത്. നമ്മുടെ ലോകസഭയിൽ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുത്ത എം പിമാരിൽ നിന്നാണ് ഒരാൾ. രാജ്യസഭയിൽ അധ്യക്ഷനുണ്ട്, ഡെപ്യൂട്ടി വൈസ് പ്രസിഡൻ്റാണ്. അവരാണ് നമ്മുടെ ചെയർമാൻമാർ. ആ ചെയർമാൻ്റെ അസൗകര്യത്തിൽ മുതിർന്ന ചില ആൾക്കാർ താൽക്കാലികമായിട്ട് ആ സെഷനിലുണ്ടാവും. അതിനൊരു പാനലൊക്കെ ഉണ്ടാവും, അവരുടെ സീനിയോറിറ്റി ബാക്കി കാര്യങ്ങൾ കൊണ്ടൊക്കെ. അങ്ങനെ ഇതൊക്കെ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ. അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ നമുക്കൊരു ഭരണഘടനാ സമിതി ഉണ്ടായിരുന്നു, നിർമ്മാണ സമിതി ഉണ്ടായിരുന്നു. അധ്യക്ഷൻ തിരഞ്ഞെടുക്കാൻ ആദ്യം ചെയ്തത് ആ അധ്യക്ഷൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. അതാണ് വസ്തുത. അതല്ലാതെ വേറെ പേര് മാറ്റുന്നതോടെ അദ്ദേഹത്തിൻ്റെ പേരിനോടുള്ള നമുക്ക് യാതൊരു വിരോധവുമില്ല. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് പറയും. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഓക്കെ. അപ്പം ഇങ്ങനെ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ആണ് പാഠപുസ്തകങ്ങൾ വരേണ്ടത്. അല്ലാതെ എഴുതുന്ന ആളുടെ മനോരഥം കുട്ടികളെ പഠിപ്പിക്കാനാവരുത്. അങ്ങനെ പാഠപുസ്തകം വന്നതുകൊണ്ട് ചില എതിർപ്പ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. എന്നിട്ട് പാഠപുസ്തകത്തിലൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കും. വിമാനം കണ്ടുപിടിച്ചു, പുഷ്പവിമാനമാണ് ഭാരതത്തിനെ കൊണ്ട്, അങ്ങനെയൊന്നുമല്ല. നല്ല വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ, തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ വരുന്നത്. അതുകൊണ്ട് ചെയ്യാവുന്നത് നയത്തെ തന്നെ പൂർണ്ണമായിട്ട് എതിർക്കുക. എതിർക്കുക. ഇതെന്തോ കാര്യമാണ്, എന്തോ കാര്യമായിട്ട് ഓരോന്നും ചോദിക്കുമ്പോൾ നമ്മൾ ഓരോന്നും ചോദിക്കണം. ഓക്കെ, കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്കും സാഹചര്യത്തിനും അനുസരിച്ചിട്ടാണോ ബോധന രീതി വേണ്ടത്? വേണ്ട, അല്ലാതെ പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ അധ്യായം അതാണ് ഘടനാപരം. രണ്ടാമത്, നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് നടപ്പാക്കുന്നത്. വേണം. ഓക്കെ. മൂന്നാമത്, നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ ക്രിട്ടിക്കൽ പെഡഗോജി അല്ലേ വേണ്ടത്? അത് വേണം. നമ്മുടെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തൊഴിൽ നൈപുണ്യവും മൂല്യവും വേണ്ടേ? അത് വേണം. ഇപ്പോൾ കേരളത്തിൽ സർവ്വ പോസ്റ്റുമ്പിലും സർക്കാരിൻ്റെ എല്ലാ കത്തിലും
സേ നോ ടു ഡ്രഗ്സ്. എന്തിനാ അങ്ങനെ എഴുതുന്നത്? കുട്ടികളുടെ മൂല്യച്യുതി കൊണ്ടല്ലേ? അപ്പോൾ മൂല്യബോധം വേണമെന്ന്. അപ്പോൾ NEP-യിൽ ഓരോ അധ്യായം എടുത്തു നോക്കട്ടെ, ഏത് അധ്യായത്തിനോടാണ്, ഏത് നിർദ്ദേശത്തോടാണ് എതിർപ്പ് എന്നവർ പറയണം. അതിലവർക്ക് പാഠപുസ്തകത്തോടാണ്, ആ പാഠപുസ്തകത്തിൽ ചരിത്ര പാഠപുസ്തകത്തോടാണ്, ആ ചരിത്ര പാഠപുസ്തകത്തിൽ മുഗൾ ചരിത്രത്തോടാണ് എന്നൊക്കെ വരുമ്പോൾ അവരുടെ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ രാഷ്ട്രീയം മാത്രമേ പറയാനില്ലാത്തത് കൊണ്ട് ഒന്നുമില്ല. പിന്നെ ഭാരതത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്ന ഡൽഹി ഭരിച്ച ആൾക്കാരുടെ ചരിത്രം മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ദക്ഷിണ ഭാരതം ഭരിച്ചിരുന്ന ചേരന്മാരും ചോളന്മാരും ഒക്കെ ഇല്ലേ? ഒരിക്കലും മുഗളന്മാർക്ക് ആക്രമിച്ച് കയറാൻ പറ്റാത്ത അഹോ രാജ്യം ആസാമിലെ ഇല്ലേ? അങ്ങനെ എത്ര രാജവംശങ്ങൾ ഭാരതത്തിലുണ്ടായിട്ടുണ്ട്. അവരൊക്കെ ചരിത്രം പഠിക്കണ്ടേ? പിന്നെ ഈ രാജാക്കന്മാരുടെ ചരിത്രം മാത്രമാണോ? നമ്മുടെ ചരിത്രത്തിൽ ഗണിതത്തിലെ കാര്യം കേരളത്തിൽ പറയുമ്പോൾ മാധവൻ്റെ ചരിത്രമില്ലേ? കേരളത്തിലെ വലിയൊരു ഗണിത പാരമ്പര്യം, അത് ചരിത്രമല്ലേ? സംഗ്രാമ മാധവൻ്റെ പേര് അത് ചരിത്രം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ യൂറോപ്പിലെ പല ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ സ്ഥാപിക്കുന്ന സമയത്ത് ലോക വാണിജ്യത്തിൽ ഭാരതത്തിൻ്റെ ഷെയർ എത്രയായിരുന്നു പഠിക്കണ്ടേ? അന്നത്തെ കോഴിക്കോട് രാജാവ് സാമൂതിരി, എന്നും കോഴിക്കോട് രാജാവ് സാമൂതിരി, ഓരോ സാമൂതിരിക്കും പേരുണ്ട്. സാമൂതിരി ഒരു പിന്നെ സ്ഥാനപ്പേരാ. കുഞ്ഞാലി മലയക്കാരെ സാമൂതിരി ബ്രിട്ടീഷുകാർക്കല്ല പോർച്ചുഗീസുകാർക്ക് പിടിച്ചു കൊടുത്തു. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അല്ല സാമൂതിരിക്ക് വേണ്ടി പടം നയിച്ചിരുന്ന കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ എന്ന് തന്നെയാണ് പറയാറ്. കുഞ്ഞാലിമരക്കാരൻ സ്ഥാനപ്പേരാ. കുഞ്ഞാലിമരക്കാർ നാലാമനെയാണ് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ പേരിൽ പിടിച്ചു കൊടുത്തത്. അപ്പോഴേക്കുണ്ടായ രാഷ്ട്രീയ മാറ്റമുണ്ട്. കുഞ്ഞാലിമരക്കാരും മാറി, വിദേശ രാജ്യങ്ങളുടെ പോളിസി മാറി, ഇവിടുത്തെ രാജാവുമാരൊക്കെ മാറിയിട്ടുണ്ട്. ഇതൊക്കെ മാത്രമല്ല അന്ന് കുഞ്ഞാലിമരക്കാരുടെ മനസ്സ് മാറുകയും അത് രാജാവിന് വിരുദ്ധനാവുകയും ചെയ്തതിനു ശേഷം സ്വന്തം രാജ്യം ഉണ്ടാക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിട്ടുണ്ട്. ആ ചരിത്രം ഒന്നും പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ചരിത്രങ്ങളിലെ തെറ്റായ ധാരണകളെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ സംവിധാനത്തെ തന്നെ മുഴുവൻ എതിർക്കുക എന്നുള്ളതാണ് ഈ NEP എതിർക്കുന്നതിൽ കൂടി കാണുന്നത്. ഇവർക്ക് ക്രിട്ടിക്കൽ പെഡഗോജി വേണമെന്ന് പറയും. കുട്ടി പിന്നെ വിമർശനാത്മകമായി പഠിക്കുക. വിമർശനാത്മകമായി പഠിക്കാനുള്ള പാഠപുസ്തകം തയ്യാറാക്കാൻ ഇവർ തയ്യാറാകത്തില്ല. അവരെന്നെ പറയും ഓപ്പൺ എൻഡഡ് ആയിരിക്കണം. ഓപ്പൺ എൻഡഡ് ആണെങ്കിൽ ഇതെല്ലാം കൊടുക്കണം. ഇതിലേതാണ് ശരി? കുട്ടി തീരുമാനിക്കട്ടെ. അപ്പോഴാണ് കുട്ടി ഫീൽഡ് ട്രിപ്പിൽ പോകേണ്ടി വരും, കുട്ടി ഡോക്യുമെൻ്ററി കാണേണ്ടി വരും, കുട്ടി ലൈബ്രറി പോകേണ്ടി വരും, കുട്ടി മ്യൂസിയത്തിൽ പോകേണ്ടി വരും. പക്ഷേ ഈ ഭാഷാ പഠനം, ശാസ്ത്ര പഠനം, ചരിത്ര പഠനം, ഈ ഭാഷ അത് നമ്മൾ ഇപ്പോൾ കേരളം മലയാളം എന്നൊക്കെ പറയുമ്പോൾ കേരളയെ കേരളം ആക്കി നമ്മൾ വലിയ സമാധാനിച്ചിരിക്കുകയാണ്. പക്ഷേ മലയാളം എന്ന് പറഞ്ഞൊരു ഭാഷയില്ലേ, ആ ഭാഷ ഇങ്ങനെ പ്രതിദിനം അതിങ്ങനെ നിലവാരം താഴ്ന്നും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാഷിപ്പോൾ ഭാഷാ മേഖലയിലുള്ള പ്രവർത്തനം കൂടിയുണ്ട്, ഭാരതീയ ഭാഷാ മഞ്ച്. അപ്പോൾ ഭാഷയുടെ കാര്യത്തിൽ കൈക്കൊള്ളേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ടല്ലേ, ആ തീരുമാനങ്ങൾക്ക് സമയമായില്ലേ? നമ്മൾ വെറുതെ നമ്മുടെ ഭാഷ വലുതാണ്, ശ്രേഷ്ഠ ഭാഷയാണ്, അതിന് 100 കോടി കിട്ടി എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലേ? വളരെ ശരിയാണ്. ഭാഷയെ നമ്മൾ സമീപിക്കേണ്ടത് കേവലം ഭാഷ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഉപാധി എന്നത് മാത്രമല്ല. ഭാഷ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ വ്യക്തിയുടെ സ്വത്വബോധത്തിൻ്റെ പ്രകടമായ ഒരു തലമാണ്. ഇന്ന് നമ്മുടെ സ്വത്വബോധം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ഭാഷയും നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഷയെ വ്യാവഹാരികമായിട്ട് ഏതൊക്കെ തലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു? ഇന്ന് മലയാളത്തിൽ വളർന്നു വരുന്നൊരു കുട്ടിക്ക് നമ്മൾ രക്ഷകർത്താക്കൾ ആ കുട്ടിയെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ച് വീട്ടിൽ ഇംഗ്ലീഷ് പറഞ്ഞ് എല്ലാ മേഖലയിലും മറ്റൊരു ഭാഷയുടെ പ്രാധാന്യം അറിയാതെ ഉള്ളിലേക്ക് ചെലുത്തി. എൻ്റെ ഭാഷ ശാസ്ത്രം കൈകാര്യം ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഭാഷ കമ്പ്യൂട്ടറിന് പറ്റില്ല, എൻ്റെ ഭാഷയിൽ ഉന്നത വിദ്യാഭ്യാസം സാധ്യമല്ല, കോടതി വ്യവഹാരങ്ങൾ എൻ്റെ ഭാഷയിലല്ല,
ഒരു സർക്കാർ സ്ഥാപനത്തിൽ എൻ്റെ ഭാഷയില്ല. ഇങ്ങനെ ഭാഷയെ വേലിക്ക് പുറത്ത് നിർത്തിയ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന കുട്ടിക്ക് ഭാഷാഭിമാനമില്ല. അപ്പോൾ ഈ ഭാഷ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ ഈ ഭാഷയ്ക്ക് അതിൻ്റെ സംസ്കാരത്തോടൊപ്പം തന്നെ ഭാഷയ്ക്കൊരു ശാസ്ത്രമുണ്ട്, ഭാഷാശാസ്ത്രമുണ്ട്. സർവകലാശാലകളിലൊക്കെ ഭാഷാശാസ്ത്ര വിഭാഗങ്ങളുണ്ട്. ഈ ഭാഷാശാസ്ത്രം ഇന്ന് വേണ്ട. എല്ലാ കുട്ടികളുടെ ഉള്ളിലും ഒരു ഭാഷാശാസ്ത്രം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ള സിദ്ധാന്തവുമായിട്ട് ഭാഷയുടെ ശാസ്ത്രം, ഗ്രാമർ അല്ലെങ്കിൽ അതിന് അത്തരം കാര്യങ്ങൾ പഠിക്കേണ്ട. ഒരു വാക്ക് എങ്ങനെ ഉണ്ടാകുന്നത്, അത് അർത്ഥം എങ്ങനെയാണ് വരുന്നത്, രണ്ട് വാക്കുകൾ എങ്ങനെയാണ് കൂടിച്ചേരുന്നത്, ഒരു വാക്ക് രണ്ടായിട്ട് പിരിയുന്നത് എങ്ങനെ, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അല്ലേ. ഒരു സ്വരസ്ഥാനത്തിൻ്റെ ശാസ്ത്രം മുതൽ വാക്കുണ്ടാകുന്നത്, വാക്യമുണ്ടാകുന്നത്, അത് ഓരോ വാക്കും എവിടെ പ്രയോഗിക്കണം, അപ്പോഴാണ് നാനാർത്ഥങ്ങൾ ഉള്ള വാക്കുകളും പര്യായങ്ങളും ഉണ്ടായത്. ഒരേ വാക്കിനെ വ്യത്യസ്ത കോണ്ടെക്സ്റ്റിൽ വ്യത്യസ്ത അർത്ഥങ്ങൾ വരുന്നു. ഒരേ അർത്ഥത്തിൽ നിരവധി വാക്കുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ഭാഷയുടെ ഒരു ലോകം നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ വെറും ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് കുറച്ച് വാക്കുകൾ മതി. അപ്പോൾ എല്ലാ ഭാഷകളും മിക്സ് ചെയ്യാം. അങ്ങനെ പറയുന്ന നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പ്രയോഗിക്കുന്ന സമയത്ത് അതിൽ മലയാളം പ്രയോഗിക്കത്തില്ല, മിക്സ് ചെയ്യില്ല. അപ്പോൾ എല്ലാ ഭാഷയ്ക്കും ഇതുപോലെ ഉണ്ട്. അപ്പോൾ അതിൽ മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷയാക്കി എന്നൊക്കെ കിട്ടിയത് എന്തിനാണ്? ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ രീതിയിൽ അതിനെ പഠിക്കാനും പഠിപ്പിക്കാനും പുതിയ തലമുറയെ ആക്കണം. ഒപ്പം തന്നെ ഇപ്പോൾ ഭാഷാ നിയമം ഇവിടെ വരുന്നു. ഭാഷാ നിയമം അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്, പ്രയോഗത്തിൽ കൊണ്ടുവരണം. നമ്മുടെ ഭാഷാ നിയമം നിരവധി വർഷമായിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്ന സർക്കാർ, ഈ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പദ്ധതിക്ക് മലയാള ഭാഷയുടെ തനിമയുള്ള പേരുണ്ടോ? ശുചിത്വം പോലെ ശുചിത്വ മിഷൻ, ലൈഫ് മിഷൻ, അങ്ങനെയെല്ലാം എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് കടം കൊണ്ട് ഔദ്യോഗിക തലത്തിൽ തന്നെ നമ്മൾ അങ്ങനെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേറൊരു കാര്യം വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് കേട്ടതെന്ന് വെച്ചാൽ കേരളയെ കേരളമാക്കിയതുപോലെ ഒരു കേരള ഭാഷ, മലയാള ഭാഷ ബില്ല് വരുന്നുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ട്, അവർ പാസ്സാക്കി. കേരള ഈ ബില്ല് 13ാം നിയമസഭയിലും പിന്നെ 14ലും ഒക്കെ കുറേശ്ശെ വന്നു, അവിടേക്ക് അയക്കും. അത് അടിസ്ഥാനപരമായുള്ള ഭാഷാ നിയമത്തിനുള്ള ചില കോൺട്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു, അതിൽ വൈരുദ്ധ്യങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും രസം. കേരളത്തിലെ സർക്കാർ, കേന്ദ്രം ഒരു ഭാഷ അടിച്ചേൽപ്പിക്കുന്നു എന്ന് വിമർശിക്കുന്നവരാണ്. വാസ്തവത്തിൽ നിലനിൽക്കുന്ന നിയമം, കേന്ദ്രത്തിൻ്റെ നിയമം, ഹിന്ദി ആണ് രാഷ്ട്രഭാഷ എന്നുള്ള തെറ്റിദ്ധാരണ ജനിപ്പിച്ച ഒരു കാലഘട്ടമുണ്ട്. നമ്മളൊക്കെ ഹിന്ദി രാഷ്ട്രഭാഷയാണെന്ന് പറയുന്നത്. ഭാരതത്തിലെ ഭാഷയും ഭാരതത്തിലെ രാഷ്ട്രഭാഷകളാണ്, ദേശീയ ഭാഷകളാണ്. മലയാളം ദേശീയ ഭാഷയാണ്, ഈ ദേശത്തിൻ്റെ ഭാഷയാണ് അല്ലേ. പക്ഷെ അന്ന് ഉണ്ടാക്കിയൊരു നിയമത്തിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് കേന്ദ്രത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയായിട്ട് വെച്ചു. പിന്നെ ഹിന്ദി അല്ലാത്ത ക്ഷേത്രങ്ങൾക്ക് ഇംഗ്ലീഷ് തുടരുന്നു. അപ്പോൾ ഭാരതത്തിലെ എല്ലാ ഭാഷകളെയും മാറ്റി നിർത്തി അവിടെ ഇംഗ്ലീഷാക്കി. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഭാരതീയ ഭാഷകളെ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഹിന്ദി പ്രൊമോട്ട് ചെയ്യണം. ഹിന്ദി മാത്രമല്ല, ഭാരതത്തിലെ ഭാഷകളിൽ മലയാളത്തെ പ്രൊമോട്ട് ചെയ്യണം. മലയാളവും ഹിന്ദിയും തമ്മിലുള്ള ബന്ധമാണ് ഉണ്ടാവേണ്ടത്. ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്കും, മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്കും, തമിഴിലേക്കും ഒക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ വരണം. നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റണം. ടെക്നോളജി ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ട ആൾക്കാരെ നിയമിക്കണം. ഈ ഒരു ഇതാണ് ഉള്ളത്. ഒരു ഭാഷ മാത്രമല്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷത്തിലെ ഭാഷയാണ് മലയാളം. പക്ഷേ കേരളത്തിൽ തമിഴ് സംസാരിക്കുന്ന സമൂഹം ജീവിക്കുന്ന പ്രദേശങ്ങളുണ്ട്. കന്നഡയുള്ള പ്രദേശങ്ങളുണ്ട്. വളരെ ചെറിയതായിട്ട് പണ്ട് ഇവിടെ വന്ന കൊങ്കണി സമൂഹമുണ്ട്.
ഗുജറാത്തി സമൂഹമുണ്ട്, അങ്ങനെ പല സമൂഹമുണ്ട്. ഇപ്പോൾ ഒറ്റയും തെറ്റയായിട്ട് കേരളത്തിൽ വന്ന് താമസിക്കുന്ന അന്യഭാഷ ആൾക്കാരുണ്ടാകാം. അപ്പോൾ ഇവരെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കും. ഉൾച്ചേർക്കൽ നമുക്ക് വേണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നടപടിയാണ് സർക്കാർ ചെയ്യേണ്ടത്. അപ്പോൾ ഭാഷ പ്രയോഗിച്ചുകൊണ്ട് എല്ലാ ഇപ്പോൾ മലയാളം മാത്രം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ വരുന്നു. ഇലക്ഷൻ്റെ ഈ നമ്മുടെ ചെറിയ ഇതെല്ലാ വീടുകളിലും ഇപ്പോൾ വോട്ടർക്ക് കൊടുക്കണോ, വോട്ടർ സ്ലിപ്പ്, അത് നമ്മൾ കാസർഗോഡിൻ്റെ അന്യഭാഷാ പ്രദേശങ്ങളിൽ കൊടുക്കുമ്പോൾ ആ ഭാഷയിൽ കൊടുക്കണം. ബാങ്കുകളിൽ അവിടുത്തെ ഓഫീസുകളിലും ആ ഭാഷയിൽ കൊടുക്കണം. അവിടെ കൊണ്ടുപോയിട്ട് ഇംഗ്ലീഷ് കൊടുത്താൽ പോരാ. അതായത് മലയാള ഭൂരിപക്ഷത്തിൻ്റെ ഭാഷയായ മലയാളം ബാക്കി എല്ലാ ഭാഷകളെയും ഇംഗ്ലീഷ് കൊണ്ട് കോട്ടയടക്കും. അതത് ഭാഷയ്ക്കും അതാണ് കൊടുക്കേണ്ടത്. അവിടെ ആ ഭാഷയും കൂടി ആ ഭാഷയും വളരാൻ. അപ്പോൾ കേരളത്തിലെ ഒരു ഭാഷാ നിയമം ഉണ്ടാകുമ്പോൾ മലയാള ഭാഷാ നിയമം എന്നതിൽ ഉപരിയായിട്ട് കേരള ഭാഷാ നിയമം നമ്മുടെ തനത് ഭാഷകളെല്ലാം ഉൾച്ചേർക്കുന്ന, ഉജ്ജ്വലമാക്കുന്ന, അവയുടെ പരസ്പര സഹവർത്തിത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടാക്കണം. ഇനി ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഭാഷ മലയാളമാകണം, കോടതിയുടെ ഭാഷ മലയാളമാകണം, എല്ലാം മലയാളമാകണം എന്ന് പറയുമ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കേരളത്തിലെ മലയാള മാധ്യമ ക്ലാസ്സുകളെല്ലാം ഇംഗ്ലീഷ് മാധ്യമങ്ങളാക്കി. ഇപ്പോൾ 70%, ഇപ്പോൾ SSLC പരീക്ഷ നാളെ തുടങ്ങല്ലേ, 70% കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പരീക്ഷ എഴുതും. ഇംഗ്ലീഷും അറിയില്ല, മലയാളം അറിയില്ല. അപ്പോൾ ഇങ്ങനെ മലയാളം അറിയാതെ പഠിച്ചു വന്ന സമൂഹം അവർ നാളെ ജോലി ചെയ്യേണ്ട മേഖലയിലൊക്കെ മലയാളമാണ് അവിടുത്തെ മാധ്യമം എന്ന് പറഞ്ഞാൽ അവരെഴുതുമ്പോൾ മലയാളത്തിൽ നന്നായിട്ട് ഒരു കത്ത് അവർക്ക് എഴുതാൻ പറ്റുമോ? നന്നായിട്ടത് തർജ്ജമ ചെയ്യാൻ പറ്റുമോ? നല്ല വാക്കുകൾ പ്രയോഗിക്കാൻ അറിയുമോ? അക്ഷരങ്ങൾ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കേണ്ടത്? അപ്പോൾ ഈ നിയമം നല്ലതാണ്, സ്വീകാര്യമാണ്. എല്ലാ രംഗത്തും മലയാള ഭാഷയ്ക്ക്, ഭാരതീയ ഭാഷകൾക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ ഭാഷകൾക്ക്, കേരളത്തിലെ ജനസമൂഹങ്ങളുടെ ഭാഷകൾക്ക് അംഗീകാരം വേണം. പക്ഷേ ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിലായാലും ഈ ഭാഷാ കാര്യത്തിലായാലും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ നമ്മളൊരു എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്, ബോധവൽക്കരിക്കേണ്ടത് രക്ഷിതാക്കളെയാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അല്ലേ? രക്ഷിതാക്കൾക്കുണ്ടായ ഒരു അപജയമാണ് ഇപ്പോൾ ഇന്നത്തെ വിദ്യാർത്ഥികളിലും അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിലും സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ പഴയ രക്ഷിതാക്കൾ, അപ്പോൾ രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇത് മാറണം. അതെ, അത് നമ്മുടെ സമൂഹത്തിനുള്ളിൽ ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ചയാണല്ലോ. ബ്രിട്ടീഷുകാരുടെ കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കാനുള്ള വിദ്യാഭ്യാസം, നമ്മൾ അത് തന്നെ തുടർന്നുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ നമ്മളെല്ലാം ചിന്തിച്ചത് നമുക്കൊരു ജോലി, സർക്കാർ ജോലി എന്നുള്ളതാണ് അന്ന്. പിന്നെ കുറച്ച് സ്വകാര്യ മേഖലയിലുള്ള ജോലി, സർക്കാരിന് തത്തുല്യമായിട്ടുള്ള സേവന മേഖലയിലുള്ള ജോലികളിലേക്ക് മാത്രമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പ്രതിഭ, കഴിവ്, അതൊക്കെ നേടിയിട്ട് ഏത് രംഗത്തും അവന് ശിരസ്സുയർത്തിപ്പിടിച്ച് ആത്മാഭിമാനത്തോടു കൂടി സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് നൽകുന്നതാണ്. സംഗീതജ്ഞനാകാം, ആ രംഗത്ത് പോകണം. ഒരു കായിക താരമാകാം, ആ കായിക താരത്തിൽ മറ്റു കൃഷിക്കാരനാകാം, ആ കൃഷിയിൽ ആധുനിക സാങ്കേതിക വിദ്യയും ശാസ്ത്രവും പ്രയോഗിച്ചുകൊണ്ട് ഇന്ന് വരാൻ പോകുന്ന ഏറ്റവും വലിയ തൊഴിൽ മേഖലയെക്കുറിച്ച് പറയുന്നത് ആരോഗ്യമാണ്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഡോക്ടറല്ല, അവിടുത്തെ ന്യൂട്രീഷ്യനുമാണ്. അങ്ങനത്തെ ന്യൂട്രീഷ്യസ് എന്ന് പറഞ്ഞാൽ ഫുഡ്, നല്ല ഫുഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനുമുണ്ട്, അത് വിപണനം ചെയ്യുന്ന ആളുണ്ട്. വലിയ ചെയിനാണ്, ഏറ്റവും വലിയ ചെയിൻ അതല്ലേ. പക്ഷെ ഇന്ന് നമ്മൾ ആ രംഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ടെക്നോളജിയെ, ഈ ശാസ്ത്രത്തെ, ഈ രംഗത്തുമായിട്ട് പുതിയ സാമ്പത്തിക ശാസ്ത്രത്തെ, കൊമേഴ്സിന് എല്ലാം ആരോഗ്യമായിട്ടോ കൃഷിയുമായിട്ടോ പരിസ്ഥിതിയായിട്ടോ ഏത് മേഖലയുമായിട്ട് നമുക്ക് ഇതൊക്കെ നമ്മുടെ മേഖലകളാണ്. സർക്കാർ മേഖലകളിലുള്ള ജോലികളിലേക്ക് മാത്രം പരിമിതപ്പെട്ടതുകൊണ്ട് അപ്പോൾ നമ്മൾ സമൂഹത്തോട് പറയണം, രക്ഷിതാക്കളോട് പറയണം, നമ്മുടെ കുട്ടിയുടെ പ്രതിഭ അതിനെ വളരാൻ നമ്മൾ അനുവദിക്കണം. അതിനെ നമ്മളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. ഇതാ നിങ്ങളുടെ കുട്ടിക്ക് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനുള്ള അവസരം തുറന്ന് അത് നമ്മളും പഠിക്കുക,
നമ്മുടെ വിദ്യാലയങ്ങളിൽ അത് കൃത്യമായിട്ടുള്ള അതുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് തെറ്റിദ്ധാരണയാണ്, കുട്ടിക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട് സത്യം അല്ലേ. വിദ്യാലയത്തിലെ അധ്യാപകരും കുട്ടിയും രക്ഷിതാവും ഇങ്ങനത്തെ കരിയർ, ആ കുട്ടിയുടെ കഴിവെന്താ തിരിച്ചറിയും. ശരിക്കും ഈ ബാഗ്ലെസ് ഡേയ്സ്, എല്ലാ വർഷം 10 ദിവസം ബാഗ്ലെസ് ഡേയ്സ് എന്നാണ്, അവൻ്റെ ഇഷ്ടമുള്ള ഇതിലേക്ക് അവൻ പോകും അല്ലേ. അപ്പോൾ അതിലാണ് പ്രതിഭ. അവൻ നല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് വിചാരിക്കുക. നമ്മൾ അരവിന്ദൻ മാത്രമേ ഉള്ളൂ ഒരു തിരക്കഥാകൃത്ത് പറഞ്ഞിരിക്കുകയാണ്, സംവിധായകൻ എന്ന് പറഞ്ഞാൽ എത്ര പ്രതിഭകൾ വരുമായിരിക്കും അല്ലേ. ഇപ്പം നമ്മുടെ ഇപ്പം ഇത് തന്നെ ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ വന്ന സമയത്ത്, സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോൾ എത്ര നല്ല എഴുത്തുകാർ നമ്മൾ കാണാൻ തുടങ്ങി. സത്യമാണ് അല്ലേ. പഴയ കവി പറഞ്ഞ പോലെ തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും ധാരാളം കല്ലുകളുണ്ട്, നമ്മൾ കണ്ടെത്തണം എന്നുള്ള പ്രശ്നം മാത്രമാണ്. അങ്ങനെ യോജകന്മാരില്ലാതാകുന്നതാണ് നമ്മുടെ മുഖ്യ പ്രശ്നം. പക്ഷേ ഒരു അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ് ഞാൻ. ഈ മാഷ് പ്രവർത്തിക്കുന്ന ഈ ഭാരതീയ ഭാഷാ മഞ്ച്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വികാസ കേന്ദ്രം, ഇത് രണ്ടിൻ്റെയും ആക്ടിവിറ്റിയെക്കുറിച്ചും അത് കേരളത്തിലെ പ്രവർത്തനത്തെക്കുറിച്ചുകൂടി എന്ന് പറയാമോ? വിദ്യാഭ്യാസ വികാസ കേന്ദ്രം എന്ന് പറയുന്നത് ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസിൻ്റെ കേരള ഘടകമാണ് മലയാളത്തിൽ. വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരവും കൂടി വളർത്തണമെന്നാണ് അടിസ്ഥാന പ്രവർത്തനം. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തുള്ള പരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് സർക്കാർ മാത്രമോ ഏതെങ്കിലും സ്ഥാപനമോ ഏതോ സംഘടനയോ അല്ല, എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പ്രവർത്തിപ്പിക്കേണ്ട ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാരതീയ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യമാണ് ഭാരതീയ ഭാഷകളും ഭാരതീയ വിജ്ഞാനവും. ഭാരതീയ ജ്ഞാന പരമ്പരയും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഇതിലൂടെ ഭാരതീയ മൂല്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഭാരതീയ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊണ്ടുവരണം, ഭാരതീയ ഭാഷകളെ തിരിച്ചു കൊണ്ടുവരണം, അതുപോലെ തന്നെ ഭാരതീയ ജ്ഞാന പൈതൃകങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. ഭാരതീയ ഭാഷകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഭാരതീയ ഭാഷകളെ പരസ്പരം അടുപ്പിക്കാൻ വേണ്ടിയുള്ള സൈദ്ധാന്തികമായ ചില കാര്യങ്ങളുണ്ടാക്കി. ആര്യദ്രാവിഡ ഭാഷാ സിദ്ധാന്തങ്ങൾ പലതൊക്കെ നമുക്കറിയാം. തുടർന്ന് ഭാരതത്തിൽ ഭരണം കിട്ടിയ സമയത്തും ഭാഷകളെ ഭരണഭാഷ അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷ അല്ലാത്ത ഭാഷ, ന്യൂനപക്ഷ ഭാഷ, ഭൂരിപക്ഷ ഭാഷ, ലോക്കൽ ലാംഗ്വേജ്, നാഷണൽ ലാംഗ്വേജ്, ഇങ്ങനെ ഭാഷകൾക്കുള്ളിലുള്ള ഈ വിഭജനത്തെ വർദ്ധിപ്പിച്ചു. കേരളവും തമിഴ്നാടും തമ്മിൽ പ്രശ്നം, തമിഴ്നാടും വേറെ ഹിന്ദിക്കാരും തമ്മിൽ പ്രശ്നം. ഒരു ഭാഷ നിങ്ങൾ പഠിപ്പിക്കില്ല എന്ന് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്, പ്രഖ്യാപിക്കുക. ഒരു കുട്ടിക്ക് ഇഷ്ടമുള്ള ഭാഷയൊക്കെ പഠിക്കുകയല്ലേ. അപ്പോൾ ഭാരതത്തിലെ ഭാഷകൾ പരസ്പരം തമ്മിൽ കീരിയും പാമ്പും പോലെ അടിച്ച് ഇതാകുകയും ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ അധിനിവേശ ഭാഷ ഭരിക്കുകയും ചെയ്യുക. ഇപ്പോഴും നമ്മളെ നഷ്ടം എത്രയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്തുകൊണ്ട് നമ്മുടെ ഭാഷകൾ പിന്നോക്കം നിൽക്കുന്നു? കഴിഞ്ഞ 50 വർഷത്തിലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച നമ്മുടെ ഭാഷയിൽ പ്രതിഫലിച്ചിട്ടില്ല. ആരും എഴുതിയിട്ടില്ല, ആരും അതിൽ ഗവേഷണം നടത്തിയിട്ടില്ല. മലയാളി ഗവേഷണം നടത്തി, തമിഴൻ ഗവേഷണം നടത്തി, ഐൻസ്റ്റീൻ ഗവേഷണം നടത്തിയത് എഴുതിയത് അദ്ദേഹത്തിൻ്റെ ഭാഷയിലാണ് അല്ലേ. ഇന്ന് ഹിബ്രു അല്ലെങ്കിൽ ഇസ്രയേലികൾ ഗവേഷണം നടത്താൻ അവരുടെ ഭാഷയിൽ എത്തുന്നു. ചൈനക്കാരൻ ചൈനീസ് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരു PhD-കാരൻ ഇംഗ്ലീഷിൽ എഴുതണം. അതൊരിക്കലും നമ്മളെ മലയാളി വായിക്കുന്നില്ല. അതുകൊണ്ട് വിജ്ഞാനം നമ്മുടെ നാട്ടിലില്ല. വിജ്ഞാനം ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. വിജ്ഞാനം ജനകീയ ഭാഷകളിലേക്ക് വരണം. ജനകീയ ഭാഷകളിലൂടെയാണ് ഉണ്ടായത്. അപ്പോൾ ഭാരതീയ ഭാഷകളെ ആദ്യം എന്ത് ചെയ്യണം? അവർ തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കുക, എല്ലാ ഭാഷകളും ഒരുമിച്ച് കൊണ്ടുവരിക. അതാണ് നമ്മൾ മാതൃഭാഷ എന്ന് പറഞ്ഞാലും എൻ്റെ മാതൃഭാഷ നിൻ്റെ മാതൃഭാഷ തമ്മിലറിയാം. അപ്പോൾ ആ പ്രയോഗം മാറ്റിയിട്ട് ഭാരതീയ ഭാഷകൾ ഒരുമിക്കുക. ഭാരതീയ ഭാഷകൾ ഒരുമിക്കുന്നത് ഒരു വിദേശ ഭാഷയ്ക്ക് വരും. പക്ഷേ ഭാരതീയ ഭാഷകൾ അവരുടെ ഏകത കണ്ടെത്തും. 2 ഭാഷകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് 2 ഭാഷകളായത്. പക്ഷേ ആ ഭാഷകൾക്കുള്ളിലെ സമാനതകൾ മാത്രമല്ല, അതിൻ്റെ ആശയങ്ങൾ, അതെന്താവിഷ്കരിച്ചു, അതിൻ്റെ സാഹിത്യങ്ങൾ, അതിൻ്റെ ജീവിത വീക്ഷണം, അതിലൂടെ വന്നത് മുഴുവൻ ഒന്നാണ്. കാലദേശ അനുവർത്തിയായിട്ട് ഈ ആശയങ്ങൾ വ്യത്യസ്ത മേഖലയിൽ വിരിഞ്ഞപ്പോൾ വ്യത്യസ്ത നിറമുണ്ടായി. അതെല്ലാം സഹകരിച്ചിട്ടാണ് ജീവിച്ചത്. ആ ഒരു ഭാവം കൊണ്ടുവരിക. ഭാരതീയ ഭാഷാ കുടുംബം, ഭാരതീയ ഭാഷകളെല്ലാം ഒന്നാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ, ഈ ഭാരതീയ ഭാഷകളെ പ്രയോഗത്തിൽ കൊണ്ടുവരിക. ആ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സമൂഹത്തെ തയ്യാറാക്കുക.
ആ സമൂഹത്തെ തയ്യാറാക്കുന്ന സമയത്താണ്, സമൂഹം തയ്യാറാകുമ്പോഴാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഭരണം അതിന് തയ്യാറാകും അല്ലേ? അപ്പോൾ ഭരണം തയ്യാറാകാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ എൻ്റെ ഭാഷയിൽ പഠിക്കാം, എൻ്റെ ഭാഷയിൽ ഗവേഷണം നടത്താം, എൻ്റെ ഭാഷയിൽ എനിക്ക് പ്രവേശന പരീക്ഷ എഴുതണമെന്ന് കുട്ടി ആവശ്യപ്പെടുമ്പോഴാണ് നീറ്റ് പരീക്ഷ മലയാളത്തിൽ എഴുതാം എന്ന് സർക്കാർ തീരുമാനിക്കുന്നത്. അല്ലാത്തടത്തോളം സർക്കാരിന് ബുദ്ധിമുട്ടല്ല. ഒറ്റ ചോദ്യപേപ്പർ ഉണ്ടാക്കിയ പോലെ. ഇപ്പോൾ സർക്കാരിന് അധിക ചിലവ് വരുന്നു. പല ചോദ്യപേപ്പർ ഉണ്ടാക്കണം, പല ആൾക്കാരിൽ നിന്നുണ്ടാക്കണം, സമാനമായിരിക്കണം, അത് ക്രോസ് ചെക്ക് വളരെ പണിയാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവാൻ പാടില്ല. പക്ഷേ ഇത് സർക്കാർ ഇത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. സമൂഹം ആവശ്യപ്പെടുമ്പോൾ അപ്പോൾ സമൂഹത്തെ തയ്യാറാക്കുക, സംവിധാനങ്ങളും ഇത് ചെയ്തു നോക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭാഷ മഞ്ച്. അപ്പോൾ ഭാഷയ്ക്ക് വേണ്ടിയുള്ള പ്രയോഗം വിദ്യാഭ്യാസ ശിക്ഷാ സാംസ്കൃതിക ഉദ്ധാന്യാസത്തിൽ ആരംഭത്തിൽ മാതൃഭാഷാ പഠനം. മാതൃഭാഷാ പഠനം എന്ന് കാര്യം തുടങ്ങിയപ്പോൾ മാതൃഭാഷ പഠനം കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ഭാഷകൾ തമ്മിലുള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അല്ലേ? അവർ തമ്മിലടിപ്പിച്ച സഹോദരന്മാരെ തമ്മിലടിപ്പിച്ചിട്ടാണ് ഈ രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഹോദരന്മാരെ നിങ്ങളൊന്നാണ് എന്നുള്ള ബോധം ഉണ്ടാക്കുക ഭാഷകളെ. അത് ആദ്യത്തെ. രണ്ടാമത്തത്, നമ്മൾക്ക് ഏത് ഭാഷയ്ക്ക് ആദ്യം പ്രവേശനം കിട്ടുമോ? മൂത്ത പറഞ്ഞാൽ കൂടുതൽ സൗകര്യമുള്ള ഭാഷ. ഹിന്ദിക്കാണ് ആദ്യം കിട്ടുന്നത്, ഓക്കെ. അടുത്ത ഘട്ടം തമിഴ്, അടുത്ത ഘട്ടം മലയാളം, അടുത്ത ഘട്ടം പഞ്ചാബി, അടുത്ത ഘട്ടം ഗുജറാത്തി, മറാഠി. ഇപ്പോൾ പോളിസി വന്നതോടുകൂടി എല്ലാ ഭാഷകൾക്കും വന്നു. അപ്പോൾ പോളിസിക്ക് വരുന്നതിന് മുന്നേ ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഭാഷകളുടെ പ്രവർത്തനം വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഭാഷയിലൂടെയാണ് സാധ്യമാവുള്ളൂ. അപ്പം മാഷ് ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് സാമാന്യ ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒട്ടേറെ കാഴ്ചപ്പാടിലെ വ്യത്യാസം അത് അവതരിപ്പിക്കാൻ മാഷിന് കഴിഞ്ഞിരുന്നു. ഭാഷാപരമായ കാര്യങ്ങളിലെ പ്രവർത്തനം, അതുപോലെ വിദ്യാഭ്യാസത്തിലൂടെ സാംസ്കാരിക ഉന്നമനം. മാഷ് മുമ്പൊരിക്കൽ പറഞ്ഞ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. വിദ്യാഭ്യാസം നേരത്തെ മറ്റേതോ കേന്ദ്രങ്ങൾ നിയന്ത്രിച്ചിരുന്നു, ഇപ്പോൾ അത് വിദ്യാർത്ഥികൾ നിയന്ത്രിക്കുന്ന, ശിശു കേന്ദ്രിതമായ, പഠിക്കുന്ന വിദ്യാർത്ഥി കേന്ദ്രിതമായ സംവിധാനത്തിലേക്ക് വിദ്യാഭ്യാസം മാറുന്നു എന്നുള്ളതാണ് NEPയുടെ നട്ട്ഷെൽ എന്നൊരിക്കൽ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും നേരം ജന്മഭൂമിക്ക് വേണ്ടി സംസാരിച്ചതിന് സന്തോഷമുണ്ട്. ഇനി നമുക്ക് കാണണം. നമസ്കാരം. നമസ്തേ.